ഇന്ന് ഞാനിതാ പറമ്പിലേക്ക് നമ്മുടെ മുറയ്ക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, കുറച്ച് വഴുതനങ്ങ പൊട്ടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 4 തരം വഴുതനങ്ങയാണ് ഉള്ളത്. ഈ 4 തരം വഴുതനങ്ങ കാണാനായാലും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ കുറച്ച് വഴുതനങ്ങയൊക്കെ പൊട്ടിച്ചെടുത്തു. പിന്നെ നമ്മുടെ വീട്ടിലത്തെ നിൽക്കുന്ന ഒരു പച്ച കാന്താരി മുളകാണ്. ഇതുമ്പോൾ നന്നായിട്ട് മുളക് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. പക്ഷേ ഈ പച്ചക്കറികളൊക്കെ പൊട്ടിച്ചിട്ട് വരുന്നതാണെങ്കിലോ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ ഇടയിൽ കൂടെ വേണമല്ലോ. അവരാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷമുള്ള ഒരു ടൈം എന്ന് പറയുന്നത് ഇവരുടെ കൂടെ നിൽക്കുമ്പോഴും ഇവരുടെ കൂടെ കളിക്കുമ്പോഴും ഒക്കെയാണ്. അതൊക്കെ ശരിക്കും അറിയണമെങ്കിൽ നമ്മൾ ആ ഒരു വഴി കൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് എത്രമാത്രം സന്തോഷമാണ് നമുക്ക് ഇവർ തരുന്നത് എന്നുള്ളത് അറിയാം. ഇവർ തരുന്നതിൻ്റെ സ്നേഹത്തിൻ്റെ എനിക്ക് അങ്ങോട്ട് എത്ര കൊടുത്താലും അത് മതിയാവാത്ത പോലും തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടിപ്പട്ടാളങ്ങൾക്ക് അറിയാം, ഞാൻ അകത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ച് നേരെ അവരുടെ അടുത്തേക്ക് വരും. അവരുടെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടാണ് ഞാൻ ഇറങ്ങുള്ളൂ എന്നുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ അവരങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞു ഇതാ കുട്ടിപ്പട്ടാളങ്ങളാണ് ഒരു ചട്ടി പൊട്ടിച്ച് നോക്കണേ. അവരറിഞ്ഞുകൊണ്ടല്ല കേട്ടോ, നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വലുതായല്ലോ. അപ്പോൾ ഓടി കളിക്കുമ്പോൾ അറിയാണ്ട് ചട്ടി വീഴുന്നതാണ്. അതൊക്കെ മാറ്റി വെച്ച് നമ്മളിത് അവിടുത്തെ പറമ്പിലേക്ക് വീണ്ടും പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ മണിത്തക്കാളി. ആദ്യം എനിക്ക് മണിത്തക്കാളി എന്താണെന്ന് അറിയില്ലായിരുന്നു. പച്ച കളറിലെ പഴുത്ത് വരുമ്പോൾ നല്ല ബ്ലാക്ക് കളറായിരിക്കും മണിത്തക്കാളിയുടെ. അപ്പോൾ ഇതാണ് ആ മണിത്തക്കാളി. അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കിതാ നമ്മുടെ പേളിക്കുട്ടി പിന്നെ എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവുമല്ലോ. പിന്നെ കുറച്ച് ചാണപ്പൊടിയൊക്കെ എടുത്ത് നമ്മുടെ വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ കട തൊടാതെയാണ് കേട്ടോ നമ്മൾ ചാണപ്പൊടി ആയാലും എന്ത് വേണം ചെയ്യായാലും കട തൊടാതെ തന്നെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ഷായട്ടിനും പറമ്പിലുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ നമ്മുടെ കൊള്ളിയൊക്കെ പറിച്ചിട്ട് ആ തരികളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. അതിനുശേഷം അതിൻ്റെ തൂപ്പും കാര്യങ്ങളൊക്കെ ഇതാ തെങ്ങിൻ്റെ കടക്കിലേക്ക് കൊണ്ടുവരാട്ടോ ചെയ്തത്. പിന്നെ ഞാൻ വന്നിട്ട് ഇതാ കുറച്ച് കൊള്ളിയൊക്കെ പറിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതാ കൊള്ളി പറിക്കുകയാണ്. അപ്പോൾ ഇതേ ഫസ്റ്റത്തെ കൊള്ളിയാണ്. ഇപ്പോൾ ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്യുന്ന കാരണം മണ്ണിളകി കിടക്കുന്ന കാരണം കൊള്ളി പറിക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നല്ല പുഴുങ്ങാനൊക്കെ പറ്റി നല്ല പാകമുള്ള കൊള്ളിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇതാ കൊണ്ടുവച്ചിട്ട് വീണ്ടും ഒരു കൊള്ളിയും കൂടി ഞാൻ പറിച്ചെടുക്കുകയാണ്. പക്ഷേ ഈ കൊള്ളി പറിച്ചപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ മധുരക്കിഴങ്ങും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ കൊള്ളിയുടെ തൊട്ടടുത്തായിട്ട് മധുരക്കിഴങ്ങും കൂടി നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വള്ളി അവർക്കൊക്കെ വന്നിട്ട് ഇതാ നല്ല ടേസ്റ്റായിട്ട് ഈ മധുരക്കിഴങ്ങും. അപ്പോൾ അങ്ങനെ മധുരക്കിഴങ്ങൊക്കെ പറിച്ച് പ്രതീക്ഷിക്കാത്ത മധുരക്കിഴങ്ങും കിട്ടി. അങ്ങനെ അതൊക്കെ ആയിട്ട് നമ്മൾ ആ വീട്ടിൽ പോരുന്നത്